ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഐ തിങ്ക് 6ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് തോന്നുന്നുണ്ട് ഈ ഒരു സിനിമയുടെ. ആഫ്റ്റർ എ ലോങ് ടൈം 2011 ശേഷം ഇപ്പോഴാണ് ഇവര് ഇതിന്റെ ഒരു നെക്സ്റ്റ് മൂവി പ്ലാൻ ചെയ്ത് ഇറക്കിയിട്ടുള്ളതൊക്കെ. നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് റീസെന്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 3D ഒന്നുമല്ല ഞാൻ കണ്ടത്, 2D തന്നെയാണ്. 3D ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ 3Dയിലും കൂടി ഇറക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ടായിരുന്നു. എസ്പെഷ്യലി ആ ഒരു ഡെത്ത് പരിപാടികളൊക്കെ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല മോനെ. എൻ്റെ അമ്മോ, ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇമാതിരി മരണമൊക്കെ കാണുന്നത്. ഒരു രക്ഷയില്ല. ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ട സമയത്ത് തന്നെ കുറേ സാധനങ്ങൾ ഇതിൽ റിവീൽ ചെയ്ത് പോയോ എന്നുള്ള സംശയങ്ങളൊക്കെ എനിക്ക് ഇതിൻ്റെ ട്രെയിലർ കണ്ട സമയത്തുണ്ടായിരുന്നു. പക്ഷെ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഒന്നുമല്ല, വരാൻ പോകുന്ന ഒരു സുനാമിയാണ് എന്നുള്ള രീതിക്കുള്ള പരിപാടികളൊക്കെ ആയിരുന്നു ഈ ഒരു പടത്തിനകത്ത്. പടം തുടങ്ങി ആ ഒരു 20 മിനിറ്റിൽ നിങ്ങൾ ഇന്നായി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പുറത്തേക്ക് കടക്കുക എന്ന് പറഞ്ഞത് ഈ ഒരു പടത്തിന്റെ അവസാനമായിരിക്കും. അതുവരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അവര് ബിൽഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് എസ്പെഷ്യലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇതിൽ നായകൻ നായിക എന്നൊന്നുമില്ല. ഇതിൽ ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഡെത്ത് എന്ന് പറയുന്ന ആ ഒരു സംഭവം. ഇതിലൊരു JB എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. മരണം എപ്പോഴായാലും വരും. നിങ്ങൾക്കിപ്പോൾ ഇത് നാളെ സംഭവിക്കുക, അടുത്ത മിനിറ്റിൽ സംഭവിക്കുക എന്നുള്ളതൊന്നും അറിയില്ല. ജീവിക്കുന്ന ഓരോ സെക്കൻഡും എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്. അതിനെ മാറ്റിമറയ്ക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറയുന്നൊരു സീനുണ്ട്. സംഭവം ആ ഒരു സാധനം തന്നെയാണ് ഈ ഒരു ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ ഈ ഒരു സിനിമ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന ഒരു അൾട്ടിമേറ്റ് ആ ഒരു വേർഡ് എന്ന് പറയുന്നത്. അതെനിക്ക് ഭയങ്കര രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ആ ഒരു അങ്ങനെ ഒരു പോയിന്റിലാണ് അങ്ങേരെ അത് പറയുന്നത്. അത് ആ ഒരു പ്ലേസ്മെന്റും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിന്റെ ആർട്ട് വർക്ക്, ഇതിന്റെ VFX ടീം ഒരു രക്ഷയില്ലാണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ ആ ഒരു 10 മിനിറ്റ് ഇതിലൊരു 10-15 മിനിറ്റിലൊരു സ്കൈ വ്യൂ എന്ന് പറയുന്ന ഒരു ടവർ കാണിക്കുന്നുണ്ട്. അതിന്റെ ഔട്ടർ കാണിക്കുന്നതൊക്കെ എനിക്ക് എന്തോ VFXലെ ചെറിയൊരു അപാകത തോന്നിയെങ്കിലും പക്ഷെ പടത്തിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വേറൊന്നും ആലോചിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മോ, മരണം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് ബ്രൂട്ടൽ മരണങ്ങൾ. ഒരു രക്ഷയില്ല. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, വാക്കുകൾ കിട്ടുന്നില്ല. തരിച്ചിരിക്കുകയായിരുന്നു തിയേറ്ററിൻ്റെ ഉള്ളിലുള്ള. ഞങ്ങൾ ആകെ ഒരു 10-20 പേരായിരുന്നു ഈ ഒരു സിനിമ കാണാനായിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫ്രാഞ്ചൈസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഓരോ ആൾക്കാരും മരിക്കുന്നതുണ്ടല്ലോ, നമ്മൾ തരിച്ചിരുന്ന് കാണുമെന്ന് പറയില്ല. ഏറ്റവും അവസാനം കൈയടിച്ചിട്ടാണ് ഈ ഒരു പടം കഴിഞ്ഞ് എണീറ്റ് പോകുന്നത് എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം. കാരണം അങ്ങനെയൊന്നും ഉള്ളൊരു മൊമെന്റ്സ് വളരെ കുറവാണ് റീസെന്റ് കിട്ടാറുള്ളൂ. എസ്പെഷ്യലി ഇംഗ്ലീഷ് പടങ്ങൾക്ക് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാവരും കൈയടിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത്. ഈവൻ ഞാനടക്കം. ഒന്നും പറയാനില്ല. ഈ ഒരു സിനിമയ്ക്കകത്ത് നെഗറ്റീവായിട്ട് ലോജിക്കൽ ഇഷ്യൂസ് എനിക്ക് അങ്ങനെയൊന്നും എവിടെയും ഫീൽ ചെയ്തില്ല. ഒരു ഗംഭീര വർക്കായിട്ട് തന്നെയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ എനിക്ക് വന്നത്. ഇനി ഇവർക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഫൈനൽ ഡെസ്റ്റിനേഷന്റെ ഇനിയും സിനിമകൾ ഇനി ഇറക്കിക്കൊണ്ടിരിക്കാം. ഇതിപ്പോ ഒരു സ്റ്റാൻഡ് അലോൺ മൂവി ആയിട്ട് കാണുകയാണെങ്കിൽ പോലും നിങ്ങളിതിപ്പോൾ ആദ്യമായിട്ട് കാണുന്നൊരു പടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർത്തായിരിക്കുന്നേ ഞാൻ പറയുള്ളൂ. കാരണം അമ്മാതിരി പട്ടപ്പൻ സാധനമാണ് ഈ ഒരു ബ്ലഡ് ലൈൻ എന്ന് പറയുന്നത്. ഇതിന്റെ സ്റ്റോറി ലൈനൊക്കെ വന്നിരിക്കുന്നതൊക്കെ നല്ല രസമായിട്ടുണ്ട്. കൺവിൻസിങ് ആവുന്ന രീതിക്ക് തന്നെയാണ് ഇവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്പോയിലറായി പോകും. അതുകൊണ്ട് പറയുന്നില്ല. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കാം. നല്ലൊരു കിട്ടിലൻ അറ്റ്മോസൊക്കെ ഉള്ള തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിറയ്ക്കും കിടന്നിട്ട്. വിറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മരണം കണ്ടിട്ട് ഞാൻ ആക്ച്വലി 10 മിനിറ്റോളം അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പണ്ടാരം ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇനി മരിക്കും എന്നുള്ള ഫീലിലേക്കൊക്കെ വന്നു. അത്തരത്തിലൊരു ഫീലിങ്സിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ കെൽപ്പുള്ളൊരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കണ്ടവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ പിന്നെയും പറയുന്നു, നല്ലൊരു കിഡിലൻ അറ്റ്മോസ് സെറ്റപ്പ് ഉള്ള തിയേറ്ററിലാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.